ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ബറൂക്ക് 3:1. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയുടെ പക്കൽ അങ്ങയോട് നിലവിളിക്കുന്നു. വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു വചനമാണ്. മനസ്സ് ഡൗൺ ട്രോഡനായപ്പോൾ, തളർന്നപ്പോൾ, സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ ഓർക്കാനോ പോലും പറ്റാത്ത വിധം മനസ്സ് പമ്മി പതുങ്ങി പോകുമ്പോൾ നമ്മൾ എന്തെടുക്കും? എല്ലാം കൈവിട്ട് അങ്ങ് മാറിപ്പോകും. നീ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പറയും, ഇന്നെനിക്ക് പറ്റിയില്ല, എനിക്കതിന് മൂടില്ലായിരുന്നു, ഞാൻ തളർന്നു പോയി, എനിക്ക് വിഷാദമായി പോയി. പക്ഷെ ബൈബിൾ പറയുക, ദുഃഖിതമായ ആത്മാവ് വന്ന് എന്നെ ഞെരുക്കിയപ്പോൾ, തളർന്ന ആത്മാവിൻ്റെ ഫീല്, ആത്മാവ് തളർന്ന് ചോർന്നു പോയപ്പോഴും അങ്ങയുടെ മുമ്പിൽ ശക്തമായി ഞാൻ നിലവിളിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ മൂഡ് ചേഞ്ച് എൻ്റെ പ്രാർത്ഥനയെ ബാധിച്ചില്ല, എൻ്റെ വിഷാദം എൻ്റെ പ്രാർത്ഥനയിൽ നിഴലിച്ചില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മൂഡനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദുഃഖിതമായ ആത്മാവോടെയും തളർന്ന ഹൃദയത്തോടെയും അവർ ദൈവസന്നിധിയിൽ ശക്തമായിട്ട് നിലവിളിച്ചു. നിലവിളി ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടായി കർത്താവ് സങ്കീർത്തനം ചൊല്ലി നിലവിളിച്ച് മരിച്ചു എന്ന് കേൾക്കുന്നില്ലേ? വിഷാദിച്ച് കരഞ്ഞെന്നല്ല, സങ്കീർത്തനം ഉറക്കെ ചൊല്ലിയെന്ന. 22-ാം സങ്കീർത്തനം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഈശോയുടെ നിരാശയല്ല, സങ്കീർത്തനം ഓടുന്ന് പാടി മരിച്ചു എന്നാ. വിഷാദവും നിലവിളിയും സ്തുതിയാക്കി മാറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്നും നമ്മുടെ മൂഡ് ചേഞ്ചുകളുടെ അടിമയായിട്ട് തുടരുകയാണ്. ആമേൻ ആമേൻ ആമേൻ.